യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 1-2 വാക്യമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നൽകിയ സന്ദേശം. ഈ വചനം നിങ്ങൾ ഇന്ന് കേൾക്കണം. ഈ വചനം കേട്ടോണ്ട് വേണം നിങ്ങളുടെ ജോലി തുടങ്ങാനും, നിങ്ങൾ യാത്ര ചെയ്യാനും, നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നോ ഈ വചനം നിങ്ങൾക്ക് ബലം തരും. ഈ വചനത്തിലൂടെ നിങ്ങൾക്കൊരു വിടുതൽ ദൈവം വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. ഇപ്പോഴും യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. 43-2 വാക്യം എടുത്തത്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഇന്നത്തെ ശാലോം സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും അഭിഷിക്തന്മാരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ വന്ദനം ചെയ്യുന്നു. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയാണ് ഈ ദൂത് കൈമാറുന്നത്. നിങ്ങൾ ഭയപ്പെടേണ്ട, കർത്താവ് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന തീജ്വാലയ്ക്കകത്തും നദികൾക്കകത്തും അഗ്നിജ്വാലയ്ക്കകത്തും ഒക്കെ ദൈവം നിങ്ങളെ അത്ഭുതകരമായി പ്രൊട്ടക്റ്റ് ചെയ്യുവാനും അതിനകത്തൂടെ ജയത്തിലേക്ക് നടത്തുവാനും ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആമേൻ. ദൈവം പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ വകയാണ്, ദൈവമാണ് നമ്മെ നിർമ്മിച്ചവൻ. ഈ ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നാം കടന്നു പോകേണ്ട വഴികളിൽ അവൻ നമ്മെ കാത്തുകൊള്ളും. ഇസ്രായേൽ ജനത്തെ ദൈവം വെള്ളത്തിൽ കൂടി കടത്തി വിട്ടു. ദൈവം അവനോട് കൂടെ ഇരുന്നു. അവർ ചെങ്കടലിന്റെ അകത്തൂടെ പോയി. എങ്ങനെ ഇത് വഴി മാറിപ്പോകുമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ദൈവം തന്നെ കാറ്റടിപ്പിച്ചു. ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് മുൻപിൽ നിന്ന് വകഞ്ഞു മാറ്റി പോകുന്ന പോലെ മുമ്പിൽ ഇങ്ങനെ ടോർച്ചടിച്ചു പോകുന്ന ദൂതൻ വന്ന് കാറ്റടിപ്പിച്ചപ്പോൾ ആ വെള്ളം രണ്ടായി മാറി. ആ വെള്ളത്തിൽ കൂടെ കടന്നുപോയി. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. കർത്താവ് കൂടെ ഇരുന്നു. ഹല്ലേലൂയ. അടുത്തത്, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. യോർദാൻ നദിയിലേക്കാണ് അവർ പോയ രണ്ടാമത്തെ സ്ഥലം, അല്ലെങ്കിൽ വലിയ വെള്ളം. ആ നദിയിൽ കൂടി കടന്നുപോയി. കലങ്ങി മറിയുന്ന യോർദാൻ, കരകവിഞ്ഞു ഒഴുകുന്ന യോർദാൻ ഈ ജനത്തിന്റെ മീതെ കവിഞ്ഞില്ല എന്ന് മാത്രമല്ല, ആവശ്യമുള്ള നല്ല പുതിയ വഴി ഉണ്ടാക്കിയതുപോലെ ഉണങ്ങിയ നില ഉണ്ടാക്കി ദൈവം അവരെ യോർദാനിലൂടെ നടത്തി. ഹല്ലേലൂയ. ഇതിനകത്തു നിന്നോട് ഒരു ആലോചന ഞാൻ പറയുകയാണ്. പരിശുദ്ധാത്മാവ് ദൂതാണ് കേട്ടോ. കലങ്ങി മറിയുന്ന പ്രശ്നങ്ങൾ, കലങ്ങി മറിഞ്ഞ് കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണുന്നത്. മുമ്പിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു മാറ്റമില്ല. ഭീതിപ്പെടുത്തുന്ന ഒരു ജലപ്രളയം പോലെ നിങ്ങളുടെ മുമ്പിൽ ഒഴുകുകയാണ്. കർത്താവ് പറയുന്നു, നീ പേടിക്കണ്ട, പേടിക്കണ്ട, അത് നിന്റെ മീതെ കവിയുകയില്ല. ഒന്നുകൂടെ പറയും, നിന്നെ ഞാൻ അതിനെ നടുവിലൂടെ നിന്നെ തൊടാതെ, അല്ലെങ്കിൽ ആ ശക്തികൾ നിന്നെ തൊടാതെ ഞാൻ നിന്നെ അക്കരെ എത്തിക്കും. ഇസ്രായേൽ ജനത്തെ മറുകരെ എത്തിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവം നിങ്ങളെയും ഈ പ്രതിസന്ധിയുടെ സമയത്ത് അത് നിങ്ങളെ ഏശാതെ വേണം നിങ്ങളെ അക്കരെ എത്തിക്കും. അവൻ ദൈവിക പദ്ധതിയിൽ ദൈവം നിങ്ങളെ എത്തിക്കും. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കില്ല. യഹൂദ ബാലന്മാര് ശദ്രക്, മേശക്, അബേദ്നെഗോ അവരെ തീയിലേക്ക് നെബൂഖദ്നേസർ വലിച്ചെറിയുകയാണ്. നെബൂഖദ്നേസർ വലിച്ചെറിയുന്നു. അവൻ നിർത്തിയ സ്വർണ്ണബിംബത്തെയോ അവന്റെ ദേവന്മാരെയോ നമസ്കരിക്കാത്ത നിമിത്തം തീജ്വാലയ്ക്കകത്തേക്ക് എറിയുന്ന കാഴ്ചയാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നമുക്ക് കാണുന്നു. 3-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. എന്നാൽ കർത്താവ് ഉറപ്പ് കൊടുക്കുകയാണ്, നീ തീയിൽ കൂടി കടക്കും, നടന്നു പോകും, പക്ഷെ നീ വെന്തു പോകില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കില്ല, തീയുടെ മണം പോലും വേശാൻ സമ്മതിക്കില്ല. തീ ഇല്ലാത്ത ജീവിതമല്ല. നീ വിശ്വാസത്തിന് വേണ്ടി നിന്നാൽ തീക്കകത്തോടെ പോകേണ്ടി വരും, പക്ഷേ ആ തീ നിന്നെ തൊടത്തില്ല. ഹല്ലേലൂയ. നാട്ടുകാർ നോക്കുമ്പോൾ ആ തീക്കകത്ത് നീ ദഹിച്ചു പോയെന്നാണ് ചിന്തിക്കുന്നത്. ഈ പ്രശ്നം നിന്നെ ദഹിപ്പിച്ചു, നശിപ്പിച്ചെന്നാണ് ചിന്തിക്കുന്നത് എല്ലാവരുടെയും കാഴ്ചയുടെ മുമ്പിൽ. കാരണം എല്ലാവർക്കും അങ്ങനെ വന്നാൽ അവർ ദഹിച്ചു പോറ്റേ ഉള്ളൂ. പക്ഷേ നീ ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുകയാണ്. നിന്റെ പ്രാണൻ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണ്. നിന്നെ നിർമ്മിച്ചവനും നിന്നെ സൃഷ്ടിച്ചവനും യഹോവ പറയാണ്, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ആമേൻ. ദൈവത്തിനുള്ളവൻ തീക്കകത്ത് നശിക്കില്ലെന്നേ.
ദൈവത്തിലുള്ളവനെ നദി മുക്കിക്കളയുകയില്ല. ദൈവത്തിലുള്ളവനെ സമുദ്രം ഒഴുകിക്കൊണ്ട് പോവുകയില്ല. നിങ്ങൾ ദൈവത്തിലുള്ളവരാണ്. ഹല്ലേലൂയ, ആമേൻ. 66 സങ്കീർത്തനത്തിൽ 10-11 വാക്യങ്ങൾ, ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. ഞങ്ങൾ തീരും വെള്ളത്തിനും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതൊരു വലിയ പ്രോമിസ്, ഒരു എന്താ പറയുക, ആശ്വാസമുള്ള സങ്കീർത്തനമാണ്. ഞങ്ങൾ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുമ്പോഴും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 23-ാമത്തെ അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ യോബ് ഒരു കാര്യം ഏറ്റു പറയുക, എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഞാൻ കരിഞ്ഞ് ചാമ്പലായി പോകുന്നല്ല പറഞ്ഞത്, ദൈവം എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പുറത്തു വരുമെന്നാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, അങ്ങനത്തെ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു. ദൈവം എന്നെ ശോധന കഴിക്കുകയാണ് ഈ പ്രതിസന്ധിയിലൂടെ, ഈ കഷ്ടതയിലൂടെ. അതെൻ്റെ കുഞ്ഞുങ്ങളെ പ്രശ്നത്തിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ സാമ്പത്തിക വിഷയത്തിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ന് പ്രിയപ്പെട്ട് കടന്നു പോകുന്ന രോഗത്തിൻ്റെ വിഷയത്തിലൂടെ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അപമാനം പേറുന്ന വിഷയങ്ങളായിരിക്കാം. അവൻ എന്നെ ശോധന കഴിച്ചാൽ, അവൻ എൻ്റെ വഴി അറിയുന്നു, അവൻ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അതെ, മൂല്യമുള്ള, ഏറ്റവും വിലയേറിയ, ഏറ്റവും എന്താ പറയുന്നത്, നല്ല പൊന്നുപോലെ, തേജസ്സുള്ള പൊന്നുപോലെ ഞാൻ പുറത്തു വരും. അതെ, ഈ ശോധനകളിൽ നിങ്ങൾ നശിക്കില്ല. ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും, പൊന്നുപോലെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. പ്രതികൂലങ്ങളിൽ ദൈവം കൈവിടത്തില്ല, ദൈവം കൂടെയുണ്ട്. ഈ ശോധനയ്ക്കകത്ത് ദൈവം നിങ്ങളെ സഹായിക്കും, ശക്തീകരിക്കും. അതാണ് കർത്താവ് തരുന്ന പ്രോമിസ്. അതാണ്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും എന്ന് പറഞ്ഞു. ആമേൻ. ഒന്നും നിങ്ങളെ നശിപ്പിച്ച് കളയുകയില്ല, ദഹിപ്പിക്കില്ല, മുക്കിക്കളയുകയില്ല. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഇന്നത്തെ ദിവസം ഈ മകൾക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, നീ ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് കർത്താവേ ഞങ്ങളെ എല്ലാ പ്രതികൂലത്തിലും, തീജ്വാലയിലും, നദികളിലും, സമുദ്രത്തിന്റെ നടുവിലും നിർത്തുന്നല്ലോ. അതിന്റെ നടുവിൽ ഈ മക്കൾ കടന്നു പോകുമ്പോൾ ഈ വചനം അവരെ താങ്ങേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മുങ്ങിപ്പോകാതെ, തളർന്നു പോകാതെ സധൈര്യം മുൻപോട്ട് പോകാൻ സഹായിക്കണം. അവിടുത്തെ മക്കൾക്ക് ജീവനും ബലവും നൽകും, സൗഖ്യവും നൽകും. യേശുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങളുണ്ടാകും, അത്ഭുതങ്ങൾ നടക്കും. കർത്താവേ, അവിടുത്തെ അത്ഭുതം ചെയ്തതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നിങ്ങൾ നശിച്ചു പോകുന്ന ദൈവം സമ്മതിക്കില്ല. ദൈവത്തിന്റെ കരം നിങ്ങളുടെ കൂടെയുണ്ട്. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറെ പേർക്ക് ഷെയർ ചെയ്യാം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.